ഹലോ ഹായ് വെൽക്കം യു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഹാഷിങ്ങുമായി റിലേറ്റഡായി മറ്റു ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹാഷിംഗ് നമ്മൾ നേരത്തെ പഠിച്ചൊരു ടോപ്പിക്ക് തന്നെയാണ്, എങ്കിലും ഇൻ ഡെപ്തായിട്ട് ഹാഷിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റയുണ്ട്. എനിക്ക് ഈ ഡേറ്റയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അപ്പം മെമ്മറിയിൽ എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് ഞാൻ നേരത്തെ തീരുമാനിക്കും. ആ ഡിസൈഡ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു റിസർവ്ഡ് മെമ്മറി ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് ഹാഷ് ടേബിൾ. അപ്പോൾ ഈ ഹാഷ് ടേബിളിലുള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസിൽ മാത്രമാണ് ഞാൻ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഈ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിനെ ഞാൻ ഹാഷ് ടേബിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡേറ്റയെ ഹാഷ് ടേബിളിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം കൺസേൺ. എങ്ങനെ ഏത് ഡേറ്റയെ ഏത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും എന്ന് തീരുമാനിക്കാനായി നമ്മളിവിടെ ഒരു ഹാഷ് അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അൽഗോരിതം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഒരു ഡേറ്റയെ ഇൻപുട്ട് ചെയ്ത് അൽഗോരിതത്തിലേക്ക് കൊടുത്താൽ അൽഗോരിതം ഈ ഡേറ്റയെ സ്വീകരിച്ച ശേഷം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഒരു മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഒരു ഇൻപുട്ട് സ്വീകരിക്കുന്നു, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് എന്താണ്? ഡേറ്റ. ഔട്ട്പുട്ട് എന്താണ്? ഈ ഡേറ്റ ഹാഷ് ടേബിളിൻ്റെ ഏത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി ഹാഷ് അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് അനുസരിച്ചാണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഹാഷ് അൽഗോരിതം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ഹാഷ് അൽഗോരിതം മറ്റൊരു ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ കോഡ്, അൽഗോരിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോഡിനനുസരിച്ച് ഓരോ ഡേറ്റയ്ക്കും വ്യത്യസ്തമായ മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ അൽഗോരിതംസ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. തൽക്കാലം ഞാൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. നമ്മൾ എടുക്കുന്ന ഹാഷ് അൽഗോരിതം വർക്ക് ചെയ്യുന്ന അടിസ്ഥാന പ്രിൻസിപ്പിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ കെ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് കീ ആണ്. കീ എന്താണ്? കീ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റയെ നമുക്ക് തൽക്കാലം കീ എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവ ഓരോന്നും ഓരോ കീ ആണ്. അപ്പോൾ ഇൻപുട്ടായി കൊടുക്കുന്ന കീ വാല്യൂവിനെ ഹാഷ് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹാഷ് സൈസ് എന്ന് പറഞ്ഞാൽ ഹാഷ് ടേബിളിൽ മൊത്തം എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടോ ആ ടോട്ടൽ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസിനെയാണ് ഹാഷ് ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ 0 മുതൽ 9 ലൊക്കേഷൻസ് ആണുള്ളത്. 0 to 9 എന്ന് പറഞ്ഞാൽ 10 ലൊക്കേഷൻസ് ആണ്. അപ്പോൾ മൊത്തം 10 ഡിഫറെൻറ്റ് ഡേറ്റയെ ഈ ടേബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 10 വ്യത്യസ്തമായ ഡേറ്റകളെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ളതാണ് ഈ ടേബിൾ. അങ്ങനെയെങ്കിൽ ഈ ടേബിളിൻ്റെ സൈസ് എത്രയെന്ന് ചോദിച്ചാൽ 10 ആണ്. അപ്പോൾ HS ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാഷ് സൈസിനെ, ടേബിളിൻ്റെ സൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന കീ, അതായത് നമ്മുടെ ഡേറ്റയെ ഹാഷ് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡറാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? കീ മോഡ് ഹാഷ് സൈസ്. ഹാഷ് സൈസ് കൊണ്ട് കീയെ ഡിവൈഡ് ചെയ്ത ശേഷം റിമൈൻഡർ ഗെറ്റ് ചെയ്യുക. ആ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ മെമ്മറി ലൊക്കേഷൻ. എക്സാമ്പിൾ, ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ 84 ആണ്. അപ്പോൾ 84 എന്ന വാല്യൂവിനെ അൽഗോരിതത്തിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അൽഗോരിതം 84 എന്ന കീയെ ഹാഷ് ടേബിളിൻ്റെ സൈസായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 84 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ
റിമൈൻഡർ ഗെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷനെ നമ്മൾ പറയുന്ന പേര് മോഡ് എന്നാണ്. 84 മോഡ് 10 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് 84/10 ആൻഡ് ഗെറ്റ് ദ റിമൈൻഡർ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. അപ്പോൾ 84നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഹാഷ് ടേബിളിൻ്റെ 4ാമത്തെ ലൊക്കേഷനിലേക്ക് ഈ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായി വർക്ക് ചെയ്യുന്നു. ഓരോ തവണയും നമ്മൾ ഓരോ ഇൻപുട്ടുകൾ വീതം കൊടുത്തുകൊണ്ടിരിക്കും. കിട്ടുന്ന ഇൻപുട്ടിനെ ഹാഷ് ടേബിളിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിമൈൻഡറിനെ നമ്മൾ അഡ്രസ്സായി കൺസിഡർ ചെയ്യുകയും ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവ ഓരോന്നും, ഇവിടെ നമ്മൾ 5 ഡേറ്റയാണ് കൺസിഡർ ചെയ്യുന്നത്, ഈ 5 ഡിഫറെൻറ്റ് കീ വാല്യൂസും ഏതൊക്കെ മെമ്മറി ലൊക്കേഷൻസിൽ പോകും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കീ അൽഗോരിതത്തിൽ കൊടുക്കുന്നു, അൽഗോരിതം നമുക്കൊരു അഡ്രസ്സ് തരുന്നു. അപ്പം നമ്മുടെ ഡേറ്റ എന്തൊക്കെയായിരുന്നു? 84, 25, 19, 36 ആൻഡ് 70. ഇതായിരുന്നു നമ്മുടെ ഡേറ്റ. ഈ ഓരോ കീ വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യുക? ഹാഷ് ടേബിളിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റിമൈൻഡറാണ്. ഓരോ കീക്കും കിട്ടുന്ന റിമൈൻഡേഴ്സാണ് ഈ എഴുതിയിരിക്കുന്നത്. 84നെ ഹാഷ് അൽഗോരിതത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 4 ആയിരുന്നു. വിച്ച് മീൻസ് 84 എന്ന ഡേറ്റ 4th മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. അതായത് ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് നമുക്ക് 84നെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പം 4th മെമ്മറി ലൊക്കേഷനിലോട്ട് നമുക്ക് 84 സ്റ്റോർ ചെയ്യാം. ഓക്കെ, അടുത്ത ഡേറ്റ എന്താണ്? 25. 25നെ ഹാഷ് ടേബിൾ സൈസ് കൊണ്ട് മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 എന്നാണ്. അതായത് 25 എന്ന ഡേറ്റ ലൊക്കേഷൻ നമ്പർ 5ൽ സ്റ്റോർ ആവുക. അടുത്ത ഡേറ്റ എന്തായിരുന്നു? അല്ലെങ്കിൽ കീ എന്തായിരുന്നു? 19 ആണ്. 19നെ 10 കൊണ്ട് മോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 9 ആണ്. സോ ഡെഫിനറ്റ്ലി 19 എന്ന ഡേറ്റ ലൊക്കേഷൻ നമ്പർ 9ൽ സ്റ്റോർ ആകേണ്ടതാണ്. 36 എന്ന കീ വാല്യൂവിനെ ഹാഷ് അൽഗോരിതത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്രസ് 6 ആയതുകൊണ്ട് 36 എന്ന ഡേറ്റ അല്ലെങ്കിൽ കീ ലൊക്കേഷൻ നമ്പർ 6ൽ സ്റ്റോർ ആകുന്നതാണ്. ഫൈനലി ലാസ്റ്റ് കീ വാല്യൂ ആയ 70 കൊടുക്കുമ്പോൾ 70 മോഡ് 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയതിനാൽ 0th ലൊക്കേഷനിലോട്ടായിരിക്കും 70 എന്ന ഡേറ്റ സ്റ്റോർ ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഡേറ്റയും അൽഗോരിതത്തിലേക്ക് കൊടുക്കുകയും അൽഗോരിതം ഓരോ ഡേറ്റയും മെമ്മറിയുടെ ഏത് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആകണം എന്ന മെമ്മറി ലൊക്കേഷൻ ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഹാഷിംഗ് ടെക്നിക് യൂസ് ചെയ്യുന്നത് ഡേറ്റയെ മെമ്മറിയിൽ പ്രോപ്പറായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹാഷ് ടേബിൾ എന്താണ്? ഹാഷ് അൽഗോരിതം എന്താണ്? ഹാഷ് അൽഗോരിതം ഉപയോഗിച്ച് ഡേറ്റയെ എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനിയും ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ 5 ഡിഫറെൻറ്റ് കീ വാല്യൂസ് ആണ് ഇവിടെ എക്സാമിൻ ചെയ്തത്. ഈ 5 എണ്ണം കൂടാതെ 6ാമതൊരു ഡേറ്റ ഞാൻ എടുക്കുന്നു. ആ ഡേറ്റയാണ് 45. ഓക്കെ, അപ്പോൾ 45 എന്ന ഈ ഒരു വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 45 എന്ന വാല്യൂവിനെ ഞാൻ ഇൻപുട്ട് ചെയ്ത് അൽഗോരിതത്തിലേക്ക് കൊടുത്താൽ അൽഗോരിതം ഉടൻ തന്നെ ടേബിളിൻ്റെ സൈസ് കൊണ്ട് അതിനെ മോഡ് ചെയ്ത് അതിന് തത്തുല്യമായ ഒരു മെമ്മറി ലൊക്കേഷൻ എനിക്ക് തരുന്നതുമാണ്. 45 എന്ന കീ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ 5 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 45 എന്ന വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ 5 എന്ന മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് 5ൽ സ്റ്റോർ ചെയ്യാൻ പാം. പക്ഷേ 5ൽ ഓൾറെഡി ഒരു ഡേറ്റ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു വന്നത് 5ൽ ഇരിക്കുന്നത് 25 ആണ്. അതായത് ഞാൻ ഒരേ അൽഗോരിതത്തിൽ വ്യത്യസ്തമായ കീ വാല്യൂസ് കൊടുത്തപ്പോൾ ഡിഫറെൻറ്റ് കീ വാല്യൂസിന് സെയിം മെമ്മറി ലൊക്കേഷൻ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു.
അതായത് 25 എന്ന ഡേറ്റ കൊടുത്തപ്പോഴും അല്ലെങ്കിൽ 25 എന്ന കീ കൊടുത്തപ്പോഴും 5 എന്ന മെമ്മറി ലൊക്കേഷനാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ 45 എന്ന മറ്റൊരു കീ വാല്യൂ കൊടുക്കുമ്പോഴും എനിക്ക് 5 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. whenever the hash algorithm gives same memory location as output for different key values, വ്യത്യസ്തമായ കീ വാല്യൂസിന് ഹാഷ് അൽഗോരിതം ഒരേ മെമ്മറി ലൊക്കേഷൻ ഔട്ട്പുട്ടായി തന്നാൽ നമുക്കവിടെ എന്ത് സംഭവിച്ചുവെന്ന് പറയാം? അവിടെ കൊലീഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ കൊലീഷൻ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കിട്ടിയ മെമ്മറി ലൊക്കേഷനിൽ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. എന്താ കാര്യം? ആ ലൊക്കേഷൻ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്, അവിടെ ഓൾറെഡി ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്ത മെമ്മറി ലൊക്കേഷനിലേക്ക് വീണ്ടും ഒരു പുതിയ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 45 ഈ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്താൽ അവിടെ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന 25 നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 25നെ ഓവർ റൈറ്റ് ചെയ്ത് മാത്രമേ 45നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഡേറ്റയെ എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡിഫറെൻറ്റ് കീ വാല്യൂസിന് അൽഗോരിതം ഒരേ മെമ്മറി ലൊക്കേഷൻ ഔട്ട്പുട്ട് തന്നാൽ അവിടെ കൊലീഷൻ സംഭവിക്കുന്നു. കൊലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് മെമ്മറി ലൊക്കേഷൻ ഈസ് ഓൾറെഡി ഓക്യുപ്പൈഡ്. ഓൾറെഡി ഓക്യുപ്പൈഡ് ആണെങ്കിൽ ഒരിക്കലും 45 എന്ന ഈ കീ വാല്യൂവിനെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെയോ ഇനി എവിടെ സ്റ്റോർ ചെയ്യും? അപ്പോൾ പുതിയൊരു മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അൽഗോരിതം തന്ന മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതിന് പകരം അതേ അൽഗോരിതം ഉപയോഗിച്ച് മറ്റൊരു ഫ്രീ ലൊക്കേഷൻ കണ്ടെത്തുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊലീഷൻ റെസല്യൂഷൻ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഒരു അൽഗോരിതം ഉപയോഗിച്ച് കീ വാല്യൂവിൻ്റെ മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണെങ്കിൽ, അതായത് കൊലീഷൻ സംഭവിക്കുകയാണെങ്കിൽ കീ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ മറ്റൊരു ഫ്രീ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊലീഷൻ റെസല്യൂഷൻ. കൊലീഷൻ റെസല്യൂഷൻ ചെയ്യുവാനായി 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് ഓപ്പൺ ഹാഷിങ്ങും ക്ലോസ്ഡ് ഹാഷിങ്ങും. ഇനി എന്താണ് ഓപ്പൺ ഹാഷിംഗ് അല്ലെങ്കിൽ എന്താണ് ക്ലോസ്ഡ് ഹാഷിംഗ്? അത് വരും വീഡിയോസിലൂടെ നമ്മൾ പഠിക്കുന്നതാണ്. Hope the concepts being explained over here are clear to you all. Thank you. Keep watching and support me. Bye bye.